ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കഥയിലൂടെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാം. ഇന്നത്തെ കഥയുടെ പേര് ഹെയർ കട്ട്. ഫസ്റ്റ് പോയിന്റ്, രാജു മുടി വെട്ടിയിട്ട് 2 മാസമായി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇറ്റ് ഇറ്റ് ഹാസ് ബീൻ 2 months. It has been 2 months since Raju had a haircut. അപ്പം നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു സിൻസ് രാജു ഹാഡ് എ ഹെയർ കട്ട്. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? ഇറ്റ് ഹാസ് ബീൻ 2 months സിൻസ് രാജു ഹാഡ് എ ഹെയർ കട്ട്. രാജു മുടി വെട്ടിയിട്ട് 2 മാസമായി. ഇറ്റ് ഹാസ് ബീൻ 2 months സിൻസ് രാജു ഹാഡ് എ ഹെയർ കട്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, നാളെ അവൻ മുടി വെട്ടാൻ പോകും. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. He will have a haircut tomorrow. TOMORROW. ഈ സ്പെല്ലിംഗ് ഞാൻ പറയാൻ കാരണം ഇത് മിക്കവാറും പേർക്കും എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന സ്പെല്ലിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതി? ഹി വിൽ ഹാവ് എ ഹെയർ കട്ട് ടുമോറോ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ വിൽ യൂസ് ചെയ്തത്? കാര്യം നമുക്കറിയാം, പോകും എന്ന് വെച്ചാൽ നമുക്ക് കേൾക്കുമ്പോഴേ മനസ്സിലായി ഇത് പിന്നീടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് നാളെ. അപ്പോൾ നാളെ എന്ന് വെച്ചാൽ എന്താ? നാളെയും പോകും, പിന്നീടുള്ളൊരു കാര്യമാണെന്ന്. ഇത് രണ്ടും കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ഇവിടെ നാളെയെന്നില്ല, പോകുമെന്ന് മാത്രമേ ഉള്ളെങ്കിൽ നമുക്കറിയാം ഇത് ഒരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുക, ഒരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസിൽ നമുക്ക് വിൽ യൂസ് ചെയ്തിട്ട് എഴുതാമെന്ന് എപ്പോഴും ഓർക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഹീയുടെ കൂടെ നമ്മൾ സബ്ജക്റ്റാണ് ഹീയുടെ കൂടെ നമ്മൾ വിൽ യൂസ് ചെയ്തിട്ട് എഴുതിയത്. അപ്പം നമ്മൾ എങ്ങനെ എഴുതി? ഹി വിൽ ഹാവ് എ ഹെയർ കട്ട് ടുമോറോ. നമുക്ക് വേണമെങ്കിൽ ഇത് വേറെ രീതിയിലും എഴുതാം. എങ്ങനെയാണ്? ഹി വിൽ ഗെറ്റ് എ ഹെയർ കട്ട് ടുമോറോ. അപ്പം ഞാൻ അതും ഇതും കൂടെ പറഞ്ഞ് കൺഫ്യൂസ് ആക്കുന്നില്ല. നമ്മളിവിടെ എഴുതിയത് എങ്ങനെ? എനിക്കിതാണ് ഇച്ചിരി കൂടെ സിമ്പിളായിട്ട് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതിയത്. നമുക്ക് ഒന്നും കൂടെ ഒന്നിച്ച് പറയാം. നാളെ അവൻ മുടി വെട്ടാൻ പോകും. ഹി വിൽ ഹാവ് എ ഹെയർ കട്ട് ടുമോറോ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഏറ്റവും പുതിയ സ്റ്റൈലിൽ മുടി വെട്ടണമെന്ന് അവൻ ബാർബറോട് പറഞ്ഞു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഇപ്പം പറയുക എന്ന് വെച്ചാൽ എന്താ? ടെല്ലിന് നമുക്ക് പ്രസൻറ്റ് ഫോമിൽ പറയാം. ഇവിടെ പറഞ്ഞു എന്നാണ്. അപ്പോൾ നമുക്ക് ടെല്ലിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. നമുക്ക് എങ്ങനെ എഴുതാം? ടെല്ലിൻ്റെ പാസ്റ്റ് ഫോമാണ് ഞാൻ എഴുതാൻ പോണത്. ഹി ടോൾഡ് ദ ബാർബർ ടു cut his hair in the latest style. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? ഹി ടോൾഡ് ദ ബാർബർ ടു കട്ട് ഹിസ് ഹെയർ ഇൻ ദ ലേറ്റസ്റ്റ് സ്റ്റൈൽ. ഏറ്റവും പുതിയ സ്റ്റൈലിൽ മുടി വെട്ടണമെന്ന് അവൻ ബാർബറോട് പറഞ്ഞു. ഹി ടോൾഡ് ദ ബാർബർ ടു കട്ട് ഹിസ് ഹെയർ ഇൻ ദ ലേറ്റസ്റ്റ് സ്റ്റൈൽ. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ബാർബർ അവൻ്റെ മുടി വെട്ടാൻ തുടങ്ങി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവൻ്റെ മുടി, ഹിസ് ഹെയർ, വെട്ടുക, കട്ട്, തുടങ്ങുക, സ്റ്റാർട്ട് എന്ന് പറയാം, ബിഗിൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ തുടങ്ങി എന്നായതുകൊണ്ട് നമുക്ക് പാസ്റ്റ് ഫോമിലാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് പറയാം. ബാർബർ അവൻ്റെ മുടി വെട്ടാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ദ ബാർബർ. അപ്പോൾ ഇവിടെ നമ്മളിനി എന്താ എഴുതാൻ പോണേ? ഇവിടെ തുടങ്ങുക എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, നമുക്ക് സ്റ്റാർട്ട് എന്നും പറയാം, ബിഗിൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഞാൻ എന്താ എഴുതാൻ പോണേ? അപ്പോൾ ഞാൻ ബിഗിൻ യൂസ് ചെയ്തിട്ടാണ് എഴുതാൻ പോണേ. കാര്യം ഓൾറെഡി നമ്മൾ സ്റ്റാർട്ടിൻ്റെ കാര്യം നേരത്തെ പഠിച്ചിട്ടുള്ള. അപ്പോൾ നമുക്ക് ബിഗിൻ യൂസ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ബിഗിൻ്റെ 3 ഫോംസ് എന്തൊക്കെയാണ്? അപ്പം കാര്യം ഇവിടെ എഴുതാൻ കാരണം ബിഗിൻ നമുക്ക് എഴുതാൻ പറ്റില്ല. കാര്യം ബിഗിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രസൻറ്റ് ഫോമാണ്. ഇവിടെ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. അപ്പം നമുക്ക് ബിഗിൻ എഴുതാൻ പറ്റില്ല. ബിഗിൻ്റെ പാസ്റ്റ് ഫോമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ബിഗിൻ്റെ 3 ഫോംസ് എന്തൊക്കെയാണെന്നാണ് ഞാനിവിടെ പറയാൻ പോണത്. ബിഗാൻ, ബിഗാൻ, പിന്നുള്ളത് ബിഗൺ, ബിഗൺ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഫോംസ് പഠിച്ചത്? ബിഗിൻ, ബിഗാൻ, ബിഗൺ. അപ്പം ബിഗിൻ്റെ 3 ഫോംസ് എന്തൊക്കെയാണ്? ബിഗിൻ, ബിഗാൻ, ബിഗൺ. അപ്പം നമ്മളിവിടെ ഏത് ഫോമാണ് എഴുതാൻ പോണത്? അപ്പം നമ്മളിവിടെ തുടങ്ങി എന്നാണ്. അപ്പം അത് നമുക്ക് മനസ്സിലായി. ബിഗിൻ്റെ പാസ്റ്റ് ഫോമാണ് എഴുതേണ്ടത്. അപ്പം നമ്മൾ സെക്കൻഡ് ഫോമാണ് എഴുതാൻ പോണത് കേട്ടോ.
ബിഗൺ അല്ല എഴുതാൻ പോണത്, ബിഗൺ തേർഡ് ഫോമാണ്, ബിഗിൻ്റെ സെക്കൻഡ് ഫോമാണ് നമ്മൾ ഇവിടെ എഴുതാൻ പോണത്. ബാർബർ ബിഗാൻ ടു കട്ട് ഹീസ് ഹെയർ. ദ ബാർബർ ബിഗാൻ ടു കട്ട് ഹീസ് ഹെയർ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ സ്റ്റാർട്ട് യൂസ് ചെയ്തിട്ട് എഴുതുമായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാമായിരുന്നു നമുക്ക് നോക്കാം. അപ്പം ദ ബാർബർ തുടങ്ങുക സ്റ്റാർട്ട്. അപ്പം സ്റ്റാർട്ടിൻ്റെ പാസ്റ്റ് ഫോമാണ് നമുക്ക് എഴുതേണ്ടത്. ദ ബാർബർ സ്റ്റാർട്ടിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കുന്നത് എങ്ങനെയാണ്? സ്റ്റാർട്ടഡ്. ദ ബാർബർ സ്റ്റാർട്ടഡ് ടു കട്ട് ഹീസ് ഹെയർ. ദ ബാർബർ സ്റ്റാർട്ടഡ് ടു കട്ട് ഹീസ് ഹെയർ. അപ്പം നമ്മൾ സ്റ്റാർട്ടിനെ പാസ്റ്റ് ഫോം ആക്കുവാണെങ്കിൽ സ്റ്റാർട്ടഡ് നമുക്ക് ആക്കിയിട്ട് എഴുതാം. അപ്പം ഞാൻ എല്ലാം കൂടെ കൺഫ്യൂസ് ആയിട്ട് പറയണില്ല കേട്ടോ, ജസ്റ്റ് ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, പെട്ടെന്നൊരു ഈച്ച രാജുവിൻ്റെ മൂക്കിൽ വന്നിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം എന്ന് നോക്കാം. പെട്ടെന്ന്, സഡൻലി. ഒരു ഈച്ച, നമുക്ക് പറയാം എ ഫ്ലൈ. നമുക്ക് എങ്ങനെ എഴുതാം? പെട്ടെന്നൊരു ഈച്ച രാജുവിൻ്റെ മൂക്കിൽ വന്നിരുന്നു. നമുക്ക് എഴുതാം സഡൻലി, പെട്ടെന്ന്. അപ്പോൾ ഒരു ഈച്ച എന്നുള്ളത് നമ്മൾ എ ഫ്ലൈ എന്ന് എഴുതി. എ ഫ്ലൈ, സഡൻലി എ ഫ്ലൈ. ഇനി നമ്മൾ എന്താ എഴുതാൻ പോകണേ നമുക്ക് നോക്കാം. ലാൻഡഡ്, സഡൻലി എ ഫ്ലൈ ലാൻഡഡ് ഓൺ രാജൂസ് നോസ്. അപ്പം നമ്മൾ എഴുതിയത് എങ്ങനെയാണ്? സഡൻലി എ ഫ്ലൈ ലാൻഡഡ് ഓൺ രാജൂസ് നോസ്. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്തുകൊണ്ട് ഈ ലാൻഡഡ് എഴുതിയത്? ലാൻഡഡിൻ്റെ പകരം നമുക്കിവിടെ ഇപ്പോൾ ഇരിക്കുക എന്ന് വെച്ചാൽ എന്താ? സിറ്റ്. ഇപ്പോൾ ഇരുന്നു നമുക്ക് സാറ്റ് എഴുതി, ഇത് ഈ ഒരു സെൻറ്റൻസ് സാറ്റ് എഴുതിയിട്ട് നമുക്ക് എഴുതാമല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ അതും കറക്റ്റാണ്. നമുക്ക് ഇങ്ങനെ എഴുതാം, സഡൻലി എ ഫ്ലൈ സാറ്റ് ഓൺ രാജൂസ് നോസ് നമുക്ക് എഴുതാം. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ ഒരു ബെസ്റ്റ് ചോയ്സ്, ഒരു നാച്ചുറലി നമ്മൾ ഇംഗ്ലീഷ് പറയില്ല. അപ്പോൾ നമ്മൾ ഇതാണ് നമുക്ക് ഇച്ചിരി കൂടെ കറക്റ്റ്. അതും കറക്റ്റ് തന്നെയാണ്, ഗ്രാമാറ്റിക്കൽ അത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടെ നാച്ചുറലായിട്ട് പറയുന്ന ഒരു സെൻറ്റൻസാണ് ഇത്. സഡൻലി എ ഫ്ലൈ ലാൻഡഡ് ഓൺ രാജൂസ് നോസ്. സഡൻലി എ ഫ്ലൈ ലാൻഡഡ് ഓൺ രാജൂസ് നോസ്. ഇതാണ് നമ്മളിവിടെ എഴുതിയത്. പെട്ടെന്നൊരു ഈച്ച രാജുവിൻ്റെ മൂക്കിൽ വന്നിരുന്നു. സഡൻലി എ ഫ്ലൈ ലാൻഡഡ് ഓൺ രാജൂസ് നോസ്. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഈച്ചയെ അവൻ്റെ മൂക്കിൽ നിന്നും അവൻ തട്ടി മാറ്റാൻ ശ്രമിച്ചു. നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതുക? ശ്രമിക്കുക, ട്രൈ. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രമിച്ചു എന്ന് കാണാം. അപ്പം നമുക്ക് ട്രൈയെ പാസ്റ്റ് ഫോമിലോട്ട് ആക്കിയിട്ട് എഴുതാം. കണ്ടോ, ട്രൈയെ പാസ്റ്റ് ഫോമിലോട്ട് ആക്കി ട്രൈഡ് ആക്കി. അപ്പം ശ്രമിച്ചു, ട്രൈഡ്. ശ്രമിക്കുക, ട്രൈ. അപ്പം നമ്മൾ എങ്ങനെ എഴുതി? ഹി ട്രൈഡ് ടു തട്ടി മാറ്റുക എന്നുള്ളത് നമുക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് എഴുതാം. ബ്രഷ്, ഹി ട്രൈഡ് ടു ബ്രഷ്. അപ്പം നമ്മൾ പറയുക ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സിൽ നിന്ന് അത് റിമൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെൻറ്റൻസിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ട് എഴുതാം. ഹി ട്രൈഡ് ടു ബ്രഷ് ദ ഫ്ലൈ ഓഫ് ഹിസ് നോസ്. ഹി ട്രൈഡ് ടു ബ്രഷ് ദ ഫ്ലൈ ഓഫ് ഹിസ് നോസ്. ഈച്ചയെ അവൻ്റെ മൂക്കിൽ നിന്നും അവൻ തട്ടി മാറ്റാൻ ശ്രമിച്ചു. അപ്പം നമുക്കിത് കുറച്ചും കൂടി സിമ്പിളായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഹി ട്രൈ ടു റിമൂവ് ദ ഫ്ലൈ ഫ്രം ഹിസ് നോസ്. ഹി ട്രൈ ടു റിമൂവ് ദ ഫ്ലൈ ഫ്രം ഹിസ് നോസ്. അപ്പം അതിനേക്കാളും ഒരു നാച്ചുറൽ ഇംഗ്ലീഷാണ് ഞാനിവിടെ എഴുതിയത്. ഹി ട്രൈ ടു ബ്രഷ് ദ ഫ്ലൈ ഓഫ് ഹിസ് നോസ്. അത് സിമ്പിളാണ്, പക്ഷേ അതിനേക്കാളും ഒരു നാച്ചുറലായിട്ട് പറയുന്ന ഒരു സെൻറ്റൻസാണ് ഞാനിവിടെ എഴുതിയത്. എങ്ങനെയാ? ഹി ട്രൈഡ് ടു ബ്രഷ് ദ ഫ്ലൈ ഓഫ് ഹിസ് നോസ്. ഈച്ചയെ അവൻ്റെ മൂക്കിൽ നിന്നും അവൻ തട്ടി മാറ്റാൻ ശ്രമിച്ചു. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, പെട്ടെന്ന് അവൻ്റെ കൈ ബാർബറുടെ കയ്യിൽ തട്ടി കൂടുതൽ മുടി മുറിഞ്ഞു പോയി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഹിസ് ഹാൻഡ് സഡൻലി hit the barber's hand. ബാർബറുടെ കയ്യിൽ തട്ടി. His hand suddenly hit the barber's hand and too much hair, കൂടുതൽ മുടി, too much hair was cut off. അപ്പം നമ്മളിവിടെ എങ്ങനെ എഴുതിയത്? His hand suddenly hit the barber's hand and too much hair was cut off. His hand suddenly hit the barber's hand and too much hair was cut off. പെട്ടെന്ന് അവൻ്റെ കൈ ബാർബറുടെ കയ്യിൽ തട്ടി കൂടുതൽ മുടി മുറിഞ്ഞു പോയി. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഇത് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റാണ്. അവൻ വിഷമത്തോടെ പറഞ്ഞു, എൻ്റെ മുടി മുട്ടയടിച്ചോളൂ. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവൻ, ഹി. വിഷമം, സാഡ്. പറയുക ഇങ്ങനെ നമ്മൾ പറയാം സേ.
അപ്പം ഇവിടെ പറഞ്ഞു എന്നാണ് നമുക്ക് സേയെ പാസ്റ്റ് ഫോർവേഡ് ആക്കി എഴുതാം. സേയുടെ പാസ്റ്റ് ഫോം സെഡ്, ഹീ സെഡ്. അപ്പം സേയുടെ പാസ്റ്റ് ഫോം എന്താ? സേയുടെ പാസ്റ്റ് ഫോം സെഡ് ആണ് കേട്ടോ. അപ്പം ഹീ സെഡ്, അവൻ പറഞ്ഞു. വിഷമത്തോടെ, സാഡ്ലി. എന്താ പറഞ്ഞത്? എൻ്റെ മുടി മുട്ടയടിച്ചോളൂ. നമുക്ക് എങ്ങനെ പറയാം? ഷേവ് മൈ ഹെഡ്. ഷേവ് മൈ ഹെഡ്. ഹീ സെഡ് സാഡ്ലി ഷേവ് മൈ ഹെഡ്. അപ്പം നമുക്ക് ഈ ഒരു സെൻറ്റൻസിനെ പല രീതികളായിട്ട് ഇംഗ്ലീഷിൽ എഴുതാം. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഹീ സെഡ് സാഡ്ലി കട്ട് മൈ ഹെയർ കംപ്ലീറ്റ്ലി. അപ്പോൾ അങ്ങനെ എഴുതാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഹീ സെഡ് സാഡ്ലി കട്ട് ആൾ മൈ ഹെയർ ഓഫ്. അങ്ങനെയും എഴുതാം. പക്ഷേ എനിക്ക് ഈ ഒരു സെൻറ്റൻസാണ് ഇംഗ്ലീഷിൽ കൂടുതൽ നാച്ചുറൽ ഇംഗ്ലീഷായിട്ട് എനിക്ക് തോന്നിയത്. ഒരു സിമ്പിൾ ആൻഡ് നാച്ചുറൽ സെൻറ്റൻസ് ഇതാണ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതിയത്. അവൻ വിഷമത്തോടെ പറഞ്ഞു, എൻ്റെ മുടി മുട്ടയടിച്ചോളൂ. ഹീ സെഡ് സാഡ്ലി ഷേവ് മൈ ഹെഡ്. ഇവിടെ ഹെയർ അല്ല കേട്ടോ, ഹെഡ് എന്ന് തന്നെയാണ്. അപ്പം അവൻ വിഷമത്തോടെ പറഞ്ഞു, എൻ്റെ മുടി മുട്ടയടിച്ചോളൂ. ഹീ സെഡ് സാഡ്ലി ഷേവ് മൈ ഹെഡ്. അപ്പം നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം അടുത്ത പുതിയൊരു ടോപ്പിക്കുമായിട്ട്. ബൈ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.